ഒരു ദിവസം എൻ്റെ മോനൊന്ന് പുട്ടും പഴവും നല്ല മിടുക്കനായിട്ട് കഴിച്ചതാ. പക്ഷേ ഈ ദിവസം വരെ അത് അവസാനിച്ചിട്ടില്ല എന്നുള്ളതാണ്. പിന്നീട് അങ്ങോട്ട് എന്നും പുട്ടാണെന്നേ. കണ്ണന് പുട്ട് ഭയങ്കര ഇഷ്ടമാണ്, കണ്ണന് പുട്ട് ഭയങ്കര ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ട് എന്നും പുട്ടും പഴമാണ് കണ്ണന്. അങ്ങനെയല്ല കേട്ടോ, ഞാൻ തമാശക്കൂടെ പറഞ്ഞതാണ്. പുട്ടും പഴം, ഇഡ്ഡലി, ദോശ ഒക്കെ നമ്മളിങ്ങനെ മാറി മാറി ഉണ്ടാക്കാറുണ്ട്. എന്നും ധൃതി പിടിച്ചിട്ടാണ് കേട്ടോ എൻ്റെ ഓരോ ദിവസങ്ങളും പോകാറുള്ളത്. ഇന്നത്ര ധൃതി പിടിച്ച് ചെയ്യാനായുള്ളൊരു ഒരു അവസ്ഥയിലല്ല ഞാനിരിക്കുന്നത്. ഞാൻ ഇത്തിരി ഡൗൺ ആണ്, വേറെ ഒന്നും കൊണ്ടല്ല. ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് ഭയങ്കര ഓട്ടവും തിരക്കായിരുന്നല്ലോ. അപ്പോൾ അതെന്തായാലും എൻ്റെ ഹെൽത്തിനെ ബാധിക്കും എന്ന് എനിക്കറിയായിരുന്നു. കുറച്ച് ദിവസം എനിക്ക് റെസ്റ്റ് എടുക്കാനായിട്ട് എൻ്റെ ശരീരം തന്നെ സമയം കണ്ടുപിടിക്കും എന്ന് എനിക്കറിയായിരുന്നു. കാരണം ഇപ്പോൾ വർക്കുകൾ നെറ്റിപ്പട്ടത്തിൻ്റെ ആണെങ്കിലും അതുപോലെ ബുക്കിൻ്റെ ആണെങ്കിലും ഒക്കെ കുറച്ചധികം ഉണ്ടായിരുന്ന സമയമാണ്. ഞാൻ കുറച്ച് ദിവസം റെസ്റ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് വന്നപ്പോൾ എനിക്ക് കുറച്ച് ലോഡായിട്ടുണ്ടായിരുന്നു വർക്കുകൾ. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ഇത്തിരീശം ഒരു വയ്യായ്കൾ ഇങ്ങനെ വരുന്നുണ്ട്. BP കുറയുന്നതോ എന്താണെന്ന് അറിയില്ല, ക്ഷീണം കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇന്ന് കല്യാണിക്കുട്ടിയുടെ ബർത്ത്ഡേയുടെ തലേദിവസം. അപ്പോൾ കല്യാണിനെ അച്ഛൻ വീട്ടിൽ കൊണ്ടുവന്നാക്കിയിട്ടുണ്ടായിരുന്നു. കൂടെ അമ്മയും വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എനിക്ക് ചെറിയൊരു അസ്വസ്ഥത ഉണ്ട്, വയ്യായിക ഉണ്ട് എന്നൊക്കെ പറഞ്ഞപ്പോഴാണ് അമ്മയും കൂടെ വന്നിട്ടുണ്ടായിരുന്നത്. എന്തൊക്കെ തന്നെയാണെങ്കിലും എത്രയൊക്കെ തന്നെ വയ്യാന്നുണ്ടെങ്കിലും എനിക്ക് വേറെ വർക്കുകളൊക്കെ എനിക്ക് മാറ്റി വയ്ക്കാം. പക്ഷെ നമ്മുടെ വീട്ടിലത്തെ ജോലികൾ നമുക്ക് മാറ്റി വയ്ക്കാൻ പറ്റില്ലല്ലോ. അങ്ങനെ ഞാൻ ജോലികൾ ചെയ്തുകൊണ്ടിരിക്കില്ല, ഒരാൾ എൻ്റെ ഒക്കത്ത് വന്ന് കയറിയിട്ടോ, അമ്മ എനിക്ക് ആദ്യം ചെലൂർക്ക് പോകണം, എനിക്ക് അച്ചാച്ചൻ്റെ അമ്മമ്മയുടെ അടുത്തുനിന്ന് ഇങ്ങോട്ട് വരാൻ പറ്റുന്നില്ല, വിഷമാവണു എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു പറ്റില്ല, ഇപ്പോൾ പോകാൻ പറ്റില്ല, എന്തായാലും നാളെ മോളുടെ ബർത്ത്ഡേ ആണ്, ബർത്ത്ഡേ നമുക്ക് എന്തായാലും ഇവിടെയാണെന്നൊക്കെ പറഞ്ഞ് ആശ്വസിപ്പിച്ചും കൊണ്ടിരിക്കുന്നതാണ് കേട്ടോ കാണുന്നത്. ആ സമയത്താണ് അമ്മയ്ക്ക് വെയിറ്റ് നോക്കണം എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ജസ്റ്റ് ഒന്ന് വെയിറ്റൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു. ഞാൻ ഒരുപാട് വെയിറ്റ് കൂടിയിട്ടുണ്ട് കേട്ടോ. ആകെ ഇങ്ങനെ എന്താ പറയുക, കടല വെള്ളത്തിലിട്ട പോലെ എന്നാണ് ഞാൻ എന്നെ തന്നെ വിശേഷിപ്പിക്കുന്നത്. അതുപോലെ ആയിട്ടുണ്ട്. എനിക്ക് വെയിറ്റ് കൂടുന്നതിൻ്റേതായുള്ള ഹെൽത്ത് ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പോൾ എനിക്ക് വയ്യ എന്ന് പറഞ്ഞത് കാരണം അമ്മ നാരങ്ങ വെള്ളത്തിൽ ഉപ്പും പഞ്ചസാരയും ഒക്കെ ഇട്ടിട്ട് തരായിരുന്നു. അപ്പോൾ കല്യാണി അത് ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞിട്ട് എൻ്റെ അമ്മയാവുമായിരുന്നു കേട്ടോ അവൾ. പക്ഷേ ഉപ്പ് ഭയങ്കരമായിട്ട് കൂടിയിട്ട് വായിൽ വയ്ക്കാൻ പറ്റാത്ത വിധത്തിലായി കേട്ടോ. എന്നാലും എനിക്ക് സന്തോഷം തോന്നി, കാരണം അവൾ അങ്ങനെയെങ്കിലും എനിക്ക് ഉണ്ടാക്കി തരുന്നുണ്ടല്ലോ. കല്ലു ആ ഒരു സ്പൂണൊന്നും എടുത്തിട്ട് വാടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് എടുത്തു തരാനായിട്ട് എൻ്റെ കല്ലുട്ടിയെങ്കിലും ഉണ്ടല്ലോ.